2023 പ്രിലിംസ് എക്സാം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് UPSC എലിമിനേഷൻ ടെക്നിക്കുകളെ എലിമിനേറ്റ് ചെയ്തു എന്നുള്ളത്. എന്നാൽ ഇത് യഥാർത്ഥത്തിലുള്ളൊരു കാര്യമാണോ? UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ ഇനി അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്കിതിന് 2023 UPSC ചോദിച്ച ഒരു ചോദ്യം തന്നെ എടുക്കാം. മിക്കവാറും ആൾക്കാർ ഈ ഒരു ചോദ്യത്തെ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, കാരണം ഇതൊരു ടഫ് ക്വസ്റ്റ്യൻ ആണെന്ന് കണക്കാക്കിയിട്ട്. നമുക്ക് ചോദ്യം നോക്കാം. 22ാമത്തെ ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളതാണ്, ശരി തെറ്റ് എന്നുള്ളതാണ് ചോദ്യം. സ്റ്റേറ്റ്മെന്റ് 1, മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. സ്റ്റേറ്റ്മെന്റ് 2, മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൊണ്ടൈൻ ഗ്രാസ് ലാൻഡ്സ് വിത്ത് നോ പ്രിഡേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ എന്താണ് മാർസൂപ്പിയൽസ് എന്ന് നമുക്കറിയില്ല. മാർസൂപ്പിയൽസ് എന്താണെന്ന് അറിയാതെ ഇതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഹാബിറ്റാറ്റിൻ്റെ ഫീച്ചേഴ്സ് ഒക്കെയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഇത് നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ മിക്കവാറും ആൾക്കാരും ടഫ് ക്വസ്റ്റ്യൻ, മാർസൂപ്പിയൽസ് അങ്ങനെ ഒരു സ്പെസിഫിക് ജീവിനെ കുറിച്ചൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടുക എന്നൊക്കെ പഠിച്ച് ആൾക്കാരിത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. ചില ആൾക്കാർ ഗസ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഓർത്ത് വെക്കുക, 2023 UPSC ചോദിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പക്ഷേ ആൾക്കാർ ഇവിടെ ഫേസ് ചെയ്ത ചാലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം മാർസൂപ്പിയൽസിനെ കുറിച്ച് അറിയാം. UPSC നിങ്ങൾ എല്ലാ ചോദ്യങ്ങളിലും നിങ്ങളുടെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങളുടെ നോളജ് മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പിന്നെന്താ ടെസ്റ്റ് ചെയ്യുന്നത്? നിങ്ങളുടെ ലോജിക്ക് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പം ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ പ്യുവർ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ചോദ്യം സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എലിമിനേഷൻ ടെക്നിക്കിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നതും. അപ്പം നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ. മാർസൂപ്പിയൽസിനെ ഇന്ത്യയിൽ നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മാർസൂപ്പിയൽസ് എന്താണെന്ന് അറിയാതെ നമുക്ക് ഇന്ത്യയിൽ അത് നാച്ചുറലി ഫൗണ്ട് ചെയ്യുന്നുണ്ടോ, നാച്ചുറലി അതിനെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. മാർസൂപ്പിയൽസ് എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ. സോ ഞാൻ അതിനെ ഒഴിവാക്കി, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. ഓക്കെ, ഈ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്കൊരു ഐഡിയയും ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മാർസൂപ്പിയൽസ് ക്യാൻ ത്രൈവ് ഓൺലി ഇൻ മൊണ്ടൈൻ ഗ്രാസ് ലാൻഡ് വിത്ത് നോ പ്രിഡേറ്റേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓൺലി എന്ന് പറയുന്ന ഒരു വാക്ക് കാണുന്നുണ്ട്. മൊണ്ടൈൻ ഫോറസ്റ്റിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. വിത്ത് നോ പ്രിഡേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ആ ഓൺലി ഇൻ മൊണ്ടൈൻ ഗ്രാസ് ലാൻഡ് എന്നുള്ളതും എനിക്ക് വലിയ ഐഡിയ ഇല്ല. കാരണം മാർസൂപ്പിയൽസിനെ കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. അത് മൊണ്ടൈൻ ഗ്രാസ് ലാൻഡിലാണോ കാണുക, ഡെസേർട്ടിലാണോ കാണുക, ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലാണോ കാണുക, ഡെസിഡസ് ഫോറസ്റ്റുകളിലാണോ കാണുക എന്നൊന്നും എനിക്ക് ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഭാഗം വിട്ടു. പക്ഷെ അതിനുശേഷമുള്ളൊരു സംഭവമുണ്ട്, വിത്ത് നോ പ്രിഡേറ്റേഴ്സ് എന്നുള്ളത്. അതായത് ഇതിനെ ഇരപിടിക്കുന്ന ജീവികളൊന്നും ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഇതിന് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ്. എന്താ ഈ പ്രിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ അതിനെ ഇരപിടിക്കുന്ന ജീവിയാണ്. ഉദാഹരണത്തിന് ഒരു റാബിറ്റിൻ്റെ പ്രിഡേറ്ററാണ് നമുക്ക് വേണമെങ്കിൽ ഒരു ടൈഗർ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് റാബിറ്റിനെ ടൈഗർ ഇരപിടിക്കും, എന്നിട്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ആക്ച്വലി നമ്മുടെ ഭൂമിയിലുള്ള മൊത്തം സിസ്റ്റത്തിൻ്റെ ഒരു ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താ ഫണ്ടമെൻ്റൽ ഐഡിയ? റാബിറ്റിൻ്റെ പോപ്പുലേഷനെ കൺട്രോൾ ചെയ്യുന്നത് അതിൻ്റെ പ്രിഡേറ്ററാണ്. കാരണം അതിൻ്റെ പ്രിഡേറ്റർ ഇല്ലെങ്കിൽ റാബിറ്റിൻ്റെ പോപ്പുലേഷൻ കുത്തനെ വർദ്ധിച്ചു പോകും. കാരണം അതിനെ കൊല്ലാൻ വേണ്ടി ആരുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂമിയിൽ നമുക്ക് ഈ ഒരു പോപ്പുലേഷൻ കൺട്രോൾ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് ഈ ഒരു പ്രിഡേറ്റേഴ്സ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ മാർസൂപ്പിയൽസിന് പ്രിഡേറ്റേഴ്സ് എന്നുള്ളതെന്ന് പറഞ്ഞാലോ, മാർസൂപ്പിയൽസിൻ്റെ പോപ്പുലേഷൻ പിന്നെ ആരാ കൺട്രോൾ ചെയ്യുക? അതൊരു സിമ്പിൾ ലോജിക്കൽ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോൾ ആ സ്വാഭാവികമായിട്ടും പ്രിഡേറ്റർ ഇല്ലാത്തൊരു ജീവി ഭൂമിയിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നോർമലി ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സ്വാഭാവികമായിട്ടും മാർസൂപ്പിയൽസിന് പ്രിഡേറ്റേഴ്സ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ എൻ്റെ ലോജിക് പ്രകാരം തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എടുക്കും. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ്, ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അതായത് ഇതിലും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് എന്നാണ്, ഇതിലും സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് എന്നാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഇൻകറക്റ്റ് എന്നുള്ളതാണ്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കറിയാം സ്റ്റേറ്റ്മെൻറ്റ് 2 ഇൻകറക്റ്റ് ആണെന്ന്. അത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, സി എന്ന് പറയുന്ന ഓപ്ഷൻ മാത്രമാണ് ഇതിലുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഒരു സിമ്പിൾ ലോജിക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ കിട്ടും. ഇനി നിങ്ങൾ പറ, UPSC എലിമിനേഷൻ ടെക്നിക്കുകളെ എലിമിനേറ്റ് ചെയ്തോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു ചോദ്യം മാത്രമല്ലേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് സോൾവ് ചെയ്തത്? ജസ്റ്റ് നമ്മുടെ സിമ്പിൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഒറ്റ ചോദ്യം മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ.
അല്ല, UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ലോജിക്ക് ഉപയോഗിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. എത്ര ചോദ്യങ്ങൾ? 20-ലധികം ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. മിനിമം 20-ലധികം മാർക്കുകളെങ്കിലും നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എലിമിനേഷൻ ടെക്നിക്കൽ UPSC എലിമിനേറ്റ് ചെയ്തോ? ഇല്ലേ ഇല്ല. ഇപ്പോൾ 2024 നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ 200 മാർക്കിൻ്റെ ചോദ്യം വരും. ഏകദേശം 90-ന് മേലെ നിങ്ങൾക്ക് കട്ട് ഓഫ് ആവശ്യമുണ്ട്. പക്ഷേ നിങ്ങൾ എത്ര നന്നായി പഠിച്ചു കഴിഞ്ഞാലും 70-ന് മേലെ മാർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു കട്ട് ഓഫിന് മേലെ കയറണമെങ്കിൽ ഒരു 20 മാർക്ക് എക്സ്ട്രാ വേണം. ഈ 20 മാർക്ക് എങ്ങനെ കിട്ടുക? നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ആ ലോജിക്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എലിമിനേഷൻ ടെക്നിക്കൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. ആ 20 മാർക്കുകൾ കിട്ടുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സേഫായി സെക്യൂർ ആയിട്ട് 90+ എന്ന് പറയുന്ന ആ ഒരു ബൗണ്ടറി കടക്കാൻ പറ്റുള്ളൂ. പല ആൾക്കാരും UPSCയുടെ പ്രിലിംസ് എഴുതിയിട്ട് ഇപ്പോഴും സംശയിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. എനിക്കൊരു 70 മാർക്ക് 75 മാർക്കൊക്കെ മാക്സിമം കിട്ടുന്നുള്ളൂ, കുറേയൊക്കെ തെറ്റിപ്പോയി അങ്ങനെയൊക്കെ. ഈ 90-ന് മേലെ എങ്ങനെയും കിട്ടുന്നില്ല. ആ ഒരു ബൗണ്ടറിയിൽ കിടക്കുന്നുണ്ടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ലോജിക്കിനെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസ്റ്റർ ക്ലാസ് എലിമിനേഷൻ ടെക്നിക്കുകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും എലിമിനേഷൻ ടെക്നിക്കിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാനും അത് UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ ക്ലാസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് 3 hours ലൈവ് വെബിനാർ ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ എന്താണ് എലിമിനേഷൻ ടെക്നിക്ക്, അതിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ എന്താണ്, എന്തൊക്കെയാണ് എലിമിനേഷൻ ടെക്നിക്കുകളുടെ റൂൾസ്, എന്തൊക്കെയാണ് എലിമിനേഷൻ ടെക്നിക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, എലിമിനേഷൻ ടെക്നിക്കുകൾ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ ചോദ്യങ്ങളിലാണ് നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുക എന്നറിയണം. നമ്മളിവിടെ ഒരു സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്ത പോലെ ഒരുപാട് ടെക്നിക്കുകൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യുക? അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സിൻ്റെ റൂൾസിനെ കുറിച്ച് പഠിക്കും, എലിമിനേഷൻ ടെക്നിക്കുകളിൽ എങ്ങനെയാണ് ചോദ്യങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്ന് പഠിക്കും. അതിനുശേഷം 2023 പ്രിലിംസ് പേപ്പറിൽ നമ്മൾ എലിമിനേഷൻ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് മിനിമം 20-ലധികം മാർക്കുകളെങ്കിലും നമുക്ക് എലിമിനേഷൻ ടെക്നിക്കുകൾ വഴി കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ 20+ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യും. കുറേയൊക്കെ ശരിയാവും, കുറച്ചെണ്ണം തെറ്റിപ്പോവും. പക്ഷേ നമുക്ക് മിനിമം 20+ മാർക്കുകൾ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ആക്യുറസി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു 3 hour വെബിനാറിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു 20-ലധികം മാർക്കുകളിൽ നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ച്, നിങ്ങളുടെ നോളജ് ഉപയോഗിച്ചല്ല, നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വെബിനാർ ആരൊക്കെ അറ്റൻഡ് ചെയ്യണമെന്ന് വെച്ചാൽ 2024 പ്രിലിംസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന ആൾക്കാർ, അവരതിന് വേണ്ടിയിട്ട് ഹാർഡായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നറിയാം, കൃത്യമായിട്ട് പഠിക്കുന്നുണ്ടാവും, റിവിഷൻ ചെയ്യുന്നുണ്ടാവും, ടെസ്റ്റ് സീരീസ് എഴുതുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സപ്പോർട്ടായിട്ട് ഈ ഒരു സ്മാർട്ട് വേ കൂടി ചേർക്കുക. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വേ, ഈ ഒരു 3 hours നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾക്കൊരു 20+ മാർക്ക് അധികം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത ഡെവലപ്പ് ചെയ്യുകയാണെന്ന്. അപ്പോൾ ആ ഒരു പ്രോബബിലിറ്റി, ആ ഒരു സാധ്യതയെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വെബിനാർ 3 hour വെബിനാറിന് ഫീസ് 199 rupees ആണ്. അപ്പോൾ വെബിനാർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 17 മാർച്ച് 2024 സൺഡേ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള 3 hours സെഷൻ ആയിട്ടാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് അഡീഷണൽ 20 മാർക്സ് കിട്ടാനുള്ള ഒരു പ്രോബബിലിറ്റി, ഒരു സാധ്യത അവിടെ വരുവാണ്. നിങ്ങൾ ഇഫക്റ്റീവായി മനസ്സിലാക്കി അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. നമ്മളത് 2023 ക്വസ്റ്റ്യൻസ് വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യുക. ലേണേഴ്സിൻ്റെ 7306876902 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, മറ്റു കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ തീർച്ചയായിട്ടും 2024 അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു 20+ എക്സ്ട്രാ മാർക്സ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വെബിനാറിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.